നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാൾ കണ്ടനകത്ത് വാഹനാപകടം, ബൈക്ക് യാത്രികൻ മരിച്ചു. ഹൈദരാബാദ് സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പുള്ളുവൻപടിയിൽ താമസിക്കുന്ന മേലേതിൽ മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് ഫാസിലാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. എടപ്പാളിലെ ജോലിസ്ഥലത്ത് നിന്നും കുറ്റിപ്പുറത്തേക്ക് പോകുകയായിരുന്ന ഫാസിൽ സഞ്ചരിച്ച ബൈക്ക് കണ്ടനകത്ത് വെച്ച് നായ കുറുകെ ചാടിയതോടെ വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ബസ്സിലിടിക്കുകയായിരുന്നു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഡയറ്റ് പ്രിൻസിപ്പൽ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതിഭാധരായ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി USS സ്കോളർഷിപ്പിൽ മികച്ച വിജയം നേടിയ കുട്ടികളുടെ പ്രതിഭാപോഷണ പരിപാടിയുടെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഡയറ്റ് പ്രിൻസിപ്പൽ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. എന്താണ് ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് പേര് പറയാമോ? അതിന്റെ അർത്ഥം നോക്കിയില്ല. കഴിവുള്ളവരാണ്. അപ്പൊ അതിനർത്ഥം ബാക്കിയുള്ളവർക്ക് കഴിവില്ല എന്നാണോ? അതല്ല, നമുക്ക് സവിശേഷമായിട്ട് എന്തൊക്കെയോ ചിലതുണ്ട്. മാത്രമല്ല, നമ്മുടെ ഭാഗ്യവശാൽ അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളവിടെ ഇരിക്കുന്നത്. അപ്പൊ പൊതുവെ എന്താണ് ഈ പ്രതിഭാ പരിപോഷണ പരിപാടിയാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോ ഒരാളുടെ പ്രതിഭ എന്ന് പറയുന്നത് എന്താണ്? അത് ജന്മനാ ഉള്ളതാണോ, അല്ലെങ്കിൽ അത് ക്രമേണ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ പരിസരത്ത് നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? പൊതുവെയുള്ള അഭിപ്രായം രണ്ടും കൂടി ചേർന്നതാണോ? അതാണ് നിങ്ങൾ പറഞ്ഞത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക രാധ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് അംഗം രാമൻകുട്ടി, ഡോക്ടർ മുസ്തഫ പാലക്കൽ, ഒറ്റപ്പാലം AEO സത്യപാലൻ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ ലത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കായി വ്യക്തി ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ അപർണ പൂമുള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലാസിന് നേതൃത്വം നൽകി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P വിനീത അധ്യക്ഷയായി. വാർഡ് മെമ്പർ P ഷീബ, ലൈബ്രറിയൻ അശ്വിനി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി കഥകളി അരങ്ങേറി. കീചകവധമായിരുന്നു കഥ. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം കഥകളി അരങ്ങേറിയത്. കീചകവധമായിരുന്നു കഥ. കോട്ടക്കൽ PSV നാട്യസംഘവും കലാമണ്ഡലം കൃഷ്ണകുമാറും ചേർന്നാണ് കഥകളി അവതരിപ്പിച്ചത്. മല്ലനായി കോട്ടക്കൽ ദേവദാസനും കീചകനായി കലാമണ്ഡലം കൃഷ്ണകുമാറും വേഷമിട്ടു. കോട്ടക്കൽ മധു, നാരായണൻ, സന്തോഷ് കുമാർ എന്നിവർ സംഗീതത്തിലും, ചെണ്ടയിൽ കോട്ടക്കൽ പ്രസാദ് കുമാറും കോട്ടക്കൽ വിജയരാഘവനും മേളത്തിൽ കോട്ടക്കൽ രവിയും അണിയറയിലെത്തി. നിരവധി പേർ കഥകളി ആസ്വദിക്കാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1982-83 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നു. ഈ മാസം 26-ന് സ്കൂളിലെ സുവർണ സ്മൃതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുടുംബസംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പട്ടാമ്പി ചാത്തിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1982-83 SSLC ബാച്ച് വിദ്യാർത്ഥികൾ സ്കൂളിലെ സുവർണ സ്മൃതി ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 26-ന് കുടുംബസംഗമം സംഘടിപ്പിക്കും. 1948-ൽ സ്കൂളിനാവശ്യമായ സ്ഥലം സൗജന്യമായി കക്കാട്ട് മനയിൽ നിന്ന് ലഭിച്ചതു മുതലുള്ള ചരിത്രം, കൂട്ടായ്മയിലെ അംഗങ്ങൾ, അവരുടെ അധ്യാപകർ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ സർഗാത്മക രചനകൾ എന്നിവ അടങ്ങിയ സേവനീർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. സംസ്ഥാന ദേശീയ തലത്തിൽ പുരസ്കൃതരായ അംഗങ്ങൾ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. കക്കാട്ടുമന കുടുംബാംഗം KM ഉണ്ണി, റിട്ടയർഡ് DDE KR വാസന്തി, ആദ്യ ബാച്ച് വിദ്യാർത്ഥികളായ VV പത്മനാഭൻ, അടിയത്ത് നാരായണൻ നായർ, ആദ്യകാല 2 വർഷം സ്കൂൾ പ്രവർത്തിക്കാൻ കെട്ടിടം വിട്ടു നൽകിയ പടിഞ്ഞാറേമഠം കുടുംബാംഗം സരോജിനി അപ്പിശി എന്നിവർ അതിഥികളാകും. പ്രവർത്തന റിപ്പോർട്ട് അവതരണം, തുടർ പരിപാടികളുടെ ആസൂത്രണം, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. വൈകിട്ട് 5-ന് സമാപിക്കുമെന്ന് സംഘാടകരായ PR വിജയരാഘവൻ, VK പ്രസന്നൻ, P പ്രഭാകരൻ, M രുക്മിണി, KV രതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ESLC കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും പെൺകുട്ടികൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ആവശ്യം നാട്ടുകാരിൽ നിന്നൊക്കെ ഉയർന്നു വന്ന് അന്നത്തെ ESLC ഹെഡ് മാസ്റ്ററെ സമീപിച്ച് നാഗലശ്ശേരി കൂടല്ലൂർ മനേന്ന് അതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് കക്കാട്ട് മനക്കിൽ നിന്ന് 18 ഏക്കർ 84 സെന്റ് സ്ഥലം സൗജന്യമായിട്ട് ഒരു സ്കൂളിന് വേണ്ടി തരികയും ചെയ്യുണ്ടായി. SSLC ബാച്ച് 1949 തുടങ്ങി. അത് അടുത്ത ചാത്തന്നൂരിന് അടുത്തുള്ള പടിഞ്ഞാറെ മഠം എന്ന് പറഞ്ഞാൽ TP കുഞ്ഞുണ്ണി നമ്പ്യാരുടെ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഈ ഒരു ചരിത്രം ഇന്നത്തെ തലമുറയ്ക്ക് ആർക്കും അറിയാതെ പോവുകയാണ്. എന്തോ നമ്മളെ അക്നോളജ് ചെയ്യാൻ, നമ്മള് കൃതജ്ഞതാപൂർവ്വം സ്മരിക്കാൻ പോലും തയ്യാറാവാത്ത പോകുന്ന ഈ ഒരു കാര്യത്തെ നമ്മുടെ വരും തലമുറയിലേക്കും ഇപ്പൊ അറിയാത്തവരിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ചാത്തന്നൂർ സ്കൂളിന്റെ തുടക്കം മുതൽ, ഉത്ഭവം മുതലുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്തുക. ആ ചരിത്രം ഒരു സ്മരണീയയിൽ രേഖപ്പെടുത്തിയിട്ട് ഭാവിയിലേക്കുള്ള ഒരു റഫറൽ ബുക്കായിട്ട് ഞങ്ങൾ ഡിസംബർ 26-ന് പ്രകാശനം ചെയ്യുന്നുണ്ട്. സംസ്ഥാന തലത്തില് സിനിമ, സംസ്കൃത സിനിമ തിരക്കഥയിൽ 2ാം സ്ഥാനം നേടിയ ജയശ്രീ എന്നുള്ള കുട്ടി, അതുപോലെ ഇന്ത്യൻ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിൽ നിന്ന് നിർമ്മൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ പ്രേമ വിജയകുമാർ എന്നുള്ള പൂനെയിൽ വെച്ചിട്ട് പുരസ്കാരത്തിന് അർഹതയായ ലഭിച്ച ഇവരെ, അതുപോലെ തന്നെ മികച്ച വിദ്യാർത്ഥികൾ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിവിധ വിദ്യാർത്ഥികളൊക്കെ അന്നേ ദിവസം അവിടെ ആദരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം, തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. പട്ടാമ്പിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മെഗാ കരോൾ ശ്രദ്ധേയമായി. നഗരവീഥികൾ ക്രിസ്മസ് പാപ്പമാർ കൈയടക്കിയ കാഴ്ചയാണ് കാണാനായത്. കത്തോലിക്ക യുവജന സംഘടനയായ KCYM ഒറ്റപ്പാലം ഫെറാനോ ഘടകത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പട്ടാമ്പിയിൽ ജിമോജോ മെഗാ കരോൾ സംഘടിപ്പിച്ചത്. ആഘോഷരാവിനെ പൊലിമയേകി പാപ്പമാരും കുഞ്ഞു മാലാകന്മാരും പട്ടാമ്പി ടൗൺ കൈയടക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാനായത്. കരോൾ റാലിയിൽ വിവിധ ഇടവകൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്കുകളിലെ വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ ചേർന്നൊരുക്കിയ കരോളിൽ 5000-ഓളം പേരാണ് പങ്കെടുത്തത്. പട്ടാമ്പി ലാറ്റിൻ ചർച്ചിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പാലക്കാട് രൂപത KCYM ഡയറക്ടർ ഫാദർ ജോബി മേൽമുറി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നഗരവീഥികളിലൂടെ യാത്ര പട്ടാമ്പി സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. മെഗാ കരോളിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് വികാരി ഫാദർ അൽജോ കുറ്റിക്കാടൻ, പാലക്കാട് രൂപത മെത്രോമാർ പീറ്റർ കൊച്ചുപുരക്കൽ, ഒറ്റപ്പാലം ഫറോനോ വികാരി ഫാദർ സണ്ണി വാഴപ്പറമ്പിൽ, വിമൽ തോമസ്, ഫാദർ ഡബിൾ ആക്കാട്ട്, ഫാദർ റന്നി പുറത്തൂർ, ഫാദർ മാത്യു വാഴയിൽ, ഫാദർ തോമസ് ആരിശ്ശേരി,
ഫാദർ ബെന്നി കണ്ണാന്തടത്തിൽ, ഫാദർ ലീനോ ഇമ്മറ്റി, ഫാദർ സെബാസ്റ്റ്യൻ താമരശ്ശേരി, ഫാദർ ബിജോയ് ചോതിരക്കോട്, ഫാദർ ജോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിശ്വാസ പ്രഘോഷണ റാലി പോലെ ഒരു ഐക്യ ക്രിസ്മസ് റാലി പ്രത്യേക വിധത്തിൽ നടത്തി ഒരു ക്രൈസ്തവ സാക്ഷ്യം ഈ പ്രദേശത്ത് നൽകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കൃപയാണ്. ആരൊക്കെയാണോ ഇതിന് പ്രചോദനം നൽകിയത്, ആ പ്രചോദനം മുഴുവനും പ്രകടിപ്പിക്കുക. വളരെ മനോഹരമായി നമ്മളത് പ്രകടിപ്പിച്ചു, ക്രമീകരിച്ചു. ബഹുമാനപ്പെട്ട ഫൊറോന വികാരി അച്ഛൻ, വാഴേപ്പറമ്പിലച്ഛന്റെ മഹനീയ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട അൾജോ അച്ഛന്റെയും മറ്റ് വൈദികരുടെയും, ഇവിടെ പറഞ്ഞു ഏതൊക്കെ സഹോദര സഭകൾ ഉൾപ്പെടെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തി. എല്ലാ സഹോദര വൈദികരോട്, മറ്റ് സഭകൾ, നമ്മുടെ സഹോദര സഭകളിൽപ്പെട്ട വൈദികരോടും ഒക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. അല്ലെങ്കിൽ അവർ ക്രിസ്മസിനോടനുബന്ധിച്ച് ചെറുതുരുത്തി സെന്റ് തോമസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കരോൾ നടത്തി. പള്ളിയിൽ നിന്നും വാദ്യ ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച കരോൾ ചെറുതുരുത്തി കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ കയറിയ ശേഷം സെന്റ് തോമസ് ദേവാലയത്തിൽ സമാപിച്ചു. ഫാദർ അജീഷ് പെരിഞ്ചേരി, കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്മസ് പാപ്പയും കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ഈ ലോകം, ഈ നാടിൽ നിന്നും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. ക്രിസ്തുവിന്റെ പിറവിക്ക് ഏറ്റവും അടുത്തൊരു ദിവസങ്ങളിൽ എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനവും ശാന്തിയും അതോടൊപ്പം ആഗതമാകുന്ന പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് ക്രിസ്മസ് കരോൾ ആഘോഷവും ക്രിസ്മസ് കിറ്റ് വിതരണവും നടത്തി. മേലയങ്ങാടി സെന്റ് ഗ്രിഗോറിയസ് കുരിശുപള്ളിയിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിച്ച ക്രിസ്മസ് കരോൾ ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. അലങ്കരിച്ച വാഹനത്തിൽ വീടുകളിലെത്തി എല്ലാ അംഗങ്ങളും ചേർന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പകൾ മധുര വിതരണം നടത്തി. കരോൾ സമാപനത്തിൽ വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ കേക്ക് മുറിച്ച് നൽകി സ്നേഹവിരുന്നുമുണ്ടായി. പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് CK ചെറിയൻ, ജോയിന്റ് സെക്രട്ടറി ഷീജ ഷൈജൻ, ട്രഷറർ ശരമോൻ പുലിക്കോട്ടിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗം CB ഷാബു എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് കരോൾ ആഘോഷം വർണ്ണാഭമായി. ചാലിശ്ശേരിയിൽ നിന്നും കച്ചവടവുമായി എറണാകുളത്തെത്തിയ 28ഓളം കുടുംബങ്ങൾ ചേർന്നാണ് മനോഹരമായ ക്രിസ്മസ് കരോൾ ആഘോഷം നടത്തിയത്. കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി എറണാകുളം, വടുതല, കണ്ടനാട്, അയ്യപ്പൻകാവ്, കാക്കനാട്, ഇടപ്പള്ളി, കളമശ്ശേരി തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ അംഗങ്ങളുടെ വീടുകളിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പകൾ മധുര വിതരണവും നടത്തി. കരോൾ സമാപനം വൈസ് പ്രസിഡന്റ് PK ജിജു കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം നൽകി സ്നേഹവിരുന്നുമുണ്ടായി. പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് PK ജിജു പുലിക്കോട്ടിൽ, സെക്രട്ടറി PK ഷാമു, ട്രഷറർ AI ഡേവിസ്, എക്സിക്യൂട്ടീവ് അംഗം KP സജി, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജീസ് ജോസ്, സെക്രട്ടറി KS സജിൻ, ട്രഷറർ ഫെമിൻ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി.
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്നും തുടങ്ങി കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് OU ബഷീർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാവ് MA അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന രവി, ശോഭന, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് സൗബാൻ, INTUC നേതാവ് PT തമ്പി മണി, കോൺഗ്രസ് നേതാക്കളായ PS ഹരിദാസ്, ഉണ്ണികൃഷ്ണൻ, CR രതീഷ്, TJ കുരുവിള, പ്രവാസി കോൺഗ്രസ് നേതാവ് BA ഫിറോസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വള്ളത്തോൾ ബാപ്പു, CA അർഷദ്, KI അർഫാൻ, INTUC നേതാക്കളായ സിദ്ദിഖ്, നാസർ, ഹക്കീം, ഹൈദരു തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ കോൺഗ്രസിന്റെ മഹാപ്രസ്ഥാനം സൂര്യസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ മുന്നിൽ സഹന സമരവും സത്യാഗ്രഹവുമായിക്കൊണ്ട് ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുകയും അതുവഴി ഈ രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്ത ഒരു മഹാപ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ ജനാധിപത്യ മര്യാദകൾ കാത്തിൽ പറത്തിക്കൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഊതിവേർപ്പിച്ച ഒരു ബലൂൺ പോലെ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു ബോക്സ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടി കൊള്ളുന്ന ഇവിടുത്തെ പോലീസ് ഏമാന്മാരും ഞങ്ങളെ പ്രവർത്തകരെ പിടിച്ചുകൊടുത്ത് തല്ലിപ്പിക്കുന്ന കാക്കി ഉടുപ്പിന്റെ സഖാക്കളായ പോലീസുകാരോടാണ് പറയുന്നത്. ജനാധിപത്യ രീതിയിൽ ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടികളാവാം, പക്ഷേ അത് നിയമത്തിൽ കലർത്തിക്കൂട്ടി അതുകൊണ്ട് ഗുണ്ടായുസം കാണിക്കാൻ വന്നാൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിയമം ലംഘിക്കാൻ ഞങ്ങളും നിർബന്ധിതരാകും. ഞങ്ങൾ പടുത്തുയർത്തിയ ഈ നാട്ടിൽ ക്രമസമാധാന നില തകരണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ ജനാധിപത്യ രീതിയിൽ ന്യായമായ ആവശ്യങ്ങൾക്ക് സമരം ചെയ്യുന്ന MP-മാരും MLA-മാരും ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ. ഇതോടെ നിലവര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.